ഇന്നോളമെന്നെ നടത്തിയ നാഥ തിരുകൃപ എന്നും എനിക്കു മതി. ഇന്നോളമെന്നെ നടത്തിയ നാഥ തിരുകൃപ എന്നും എനിക്കു മതി. കണ്ണു കണ്ടിട്ടില്ലാത്ത ചെവി കേട്ടിട്ടില്ലാത്ത മനുഷ്യ ഹൃദയങ്ങൾ കഥിതമായ വഴികളിൽ നടത്തുന്ന നാഥ നിൻ തിരുകൃപ മാത്രം എനിക്കു മതി. നൽവഴികളിൽ നടത്തുന്ന നാഥ നിൻ തിരുകൃപ മാത്രം എനിക്കു മതി. ഹല്ലേലൂയ. നന്ദി കർത്താവേ, സ്തുതിക്കുന്നു കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. കരുണയുള്ള നാഥ, സ്വർഗീയ പിതാവേ, അതിമനോഹരമായ നല്ല ദിവസത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല ദിവസം സന്തോഷത്തോടും ആരോഗ്യത്തോടും സുബോധത്തോടും എഴുന്നേൽപ്പിച്ച ദൈവത്തിനെ സ്തോത്രം ചെയ്യുന്നു. എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച പ്രിയമക്കളുമായി കടന്നു വരുന്നു. ഞങ്ങളുടെ ഓരോ പ്രാർത്ഥനാ വിഷയത്തെയും അങ്ങയുടെ പൊന്നുകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കട്ടെ. ഞങ്ങളുടെ ജീവിത പങ്കാളി ദാനമായി തന്ന കുഞ്ഞുങ്ങൾ, അവരുടെ ഭാവി, അവരുടെ പഠനമെല്ലാം ദൈവകരങ്ങളിൽ സമർപ്പിക്കട്ടെ. ജോലി ചെയ്ത മക്കളെ ഏൽപ്പിക്കട്ടെ. കുടുംബജീവിതത്തിലായിരിക്കുന്ന മക്കളെ സമർപ്പിക്കട്ടെ. ഞങ്ങളുടെ കൊച്ചു തലമുറകളെ ഏൽപ്പിക്കട്ടെ. ഞങ്ങളായിരിക്കുന്ന ദേശം, ഞങ്ങൾ പാർക്കുന്ന ഭവനം, ഞങ്ങളുടെ ഉപജീവനമാർഗം എല്ലാം പൊന്നപ്പച്ചൻ്റെ പൊന്നുകരങ്ങളിൽ സമർപ്പിക്കുന്നു. എല്ലാം അവിടുത്തെ ദാനമാ. ഇന്നോളം ഞങ്ങളെ കരുതി നടത്തി ദൈവത്തെ മഹത്വപ്പെടുത്തുക, സ്തുതിക്കുക, കർത്താവേ, സ്തോത്രം ചെയ്യുക. വീണ്ടും കരുണയോടെ ഞങ്ങളെ ഓർക്കണമേ. എൻ്റെ പ്രാർത്ഥനാ കുടുംബത്തെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു കർത്താവേ. ഇതിലുള്ള ഓരോ മക്കളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തരുടെയും പ്രാർത്ഥനാ വിഷയത്തിന്മേൽ തമ്പുരാൻ്റെ കരുണയുടെ കരം ചേർത്ത് പിടിച്ചോണേ. എല്ലാ ആവശ്യവും ആഗ്രഹം പറഞ്ഞ് ഓരോ മക്കളെയും അനുഗ്രഹിച്ച് നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കണേ, ജീവിത പങ്കാളിയെ അനുഗ്രഹിക്കണേ, കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണേ. ശ്രേഷ്ഠമായ നിലവാരത്തിൽ അവരെ ഉയർത്തണമേ കർത്താവേ. ശത്രു കാണാതെ മറയ്ക്കണമേ കർത്താവേ. കാൽവര്യത്താൽ അവരെ മുദ്ര വയ്ക്കണമേ കർത്താവേ. ദൈവഭയത്തോടെ പഠിക്കുവാനും നല്ല ഭാവിയിൽ എത്തിച്ചേരുവാനും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സഹായിക്കണമേ. ജയം തന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കായി നന്ദിയോടെ സ്തോത്രം കർത്താവേ. നല്ല മാർക്കോടൊക്കെ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കർത്താവ് ജയം തന്നതോർത്ത് നന്ദി പറയട്ടെ. വീണ്ടും അവരെ കരുതണമേ. നല്ല അഡ്മിഷനൊക്കെ ഒരുക്കണമേ കർത്താവേ. തുടർ വിദ്യാഭ്യാസം മാനിക്കപ്പെടണം. ദൈവഭക്തിയിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളായിരിക്കാൻ ഇടയാക്കുമാറാകണം. ഹല്ലേലൂയ. കർത്താവ് ജോലി ചെയ്യുന്ന മക്കളെ അനുഗ്രഹിച്ചാട്ടെ. സമാധാനത്തിലെ ജോലി കാര്യങ്ങളെ ചെയ്യട്ടെ. നന്മകൾ പ്രാപിക്കട്ടെ. കർത്താവേ, വിവാഹപ്രായമായ മക്കളെ സമർപ്പിക്കട്ടെ. തക്ക തുണ ഒരുക്കണം. അവരുടെ വിവാഹം നടക്കണം. ആണും പെണ്ണുമായ കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്ന സ്വർഗം കരുതിക്കൊള്ളണമേ. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാർക്ക് തലമുറയെ കൊടുത്ത് അനുഗ്രഹിക്കണമേ. ഗർഭിണികളായിരിക്കുന്ന മക്കളെ കാത്തോണേ, ഉള്ളംകരത്തിൽ വഹിച്ചോണേ കർത്താവേ. ഭവനമില്ലാത്ത മക്കൾക്ക് നല്ല ഭവനം ഒരുക്കിക്കാട്ടെ. ഭവനം പണിയുന്ന മക്കൾ അത് പൂർത്തീകരിച്ച് പാർക്കട്ട് കർത്താവേ. കടഭാരത്തിന് നടുവിൽ വലയുന്ന ജീവിതങ്ങൾക്ക് കർത്താവെ ദൂതനെ ഇറക്കിക്കാട്ടെ. അവരുടെ ഭാരം ഒഴിഞ്ഞ ഒരു സ്വസ്ഥതയാകട്ടെ കർത്താവെ. വൻകര നീട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ സന്നിധിയിൽ ഒന്നിനും കുറവില്ല. ധനവും മാനവും പുരാതന സമ്പത്തും എൻ്റെ അപ്പൻ്റെ പക്കല ദാനമായി കൊടുത്ത് പോഷിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ചും മദ്യത്തിലും മയക്കുമരുന്നിനും കഴിയുന്ന ജീവിതങ്ങളെ ഞങ്ങൾ ഓർക്കുകയാണ്. കുടുംബജീവിതത്തിലൊരു സ്വസ്ഥതയും സമാധാനവും അനുഭവിക്കാത്ത മാതാപിതാക്കൾ, സഹോദരിമാർ, കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് കർത്താവേ. അവരോട് മനസ്സലിവ് കാണിക്കണമേ. അവർക്ക് മാനസാന്തരം നൽകണമേ. അവരുടെ കണ്ണുനീരുകളെ തുടയ്ക്കണമേ കർത്താവേ. അടിയനങ്ങയോട് പ്രാർത്ഥിക്കുന്നു നാഥ. വേർപാട് ദുഃഖത്തിലായിരിക്കുന്ന കുടുംബങ്ങളെയും ഏൽപ്പിക്കുന്നു. എൻ്റെ അപ്പാ, എല്ലാ വേദനകളിൽ നിന്നും അവരെ വിടുവിക്കണം. മുൻപോട്ട് ജീവിപ്പാൻ ദൈവകൃപ നൽകി സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യാത്ര പോകുന്ന ഓരോ മക്കളെയും അനുഗ്രഹിച്ച് കാത്തോണേ കർത്താവേ. പുതുവയസ്സിൽ പ്രവേശിച്ച മക്കളെ അനുഗ്രഹിക്കണേ. കുടുംബജീവിതത്തിൽ പ്രവേശിച്ച മക്കളെ അനുഗ്രഹിക്കണേ. പുതിയ നന്മയെ അനുഗ്രഹം കൊടുത്ത് മാനിക്കണമേ. സമാധാനത്തോടെ കാത്തോണേ കർത്താവേ. കർത്താവെ, പ്രത്യേകിച്ച് ഉപജീവനമാർഗമില്ലാതെ ഭാരപ്പെടുന്ന കുഞ്ഞുങ്ങളുണ്ട് കർത്താവേ. കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണേ. വഴിവാതിൽ തുറന്നു കൊടുക്കണമേ കർത്താവേ. എൻ്റെ കർത്താവേ, വിസ അടിച്ച് ലഭിക്കേണ്ട ജീവിതങ്ങളുണ്ട് കർത്താവേ. ഈ ദിവസങ്ങളിൽ കർത്താവേ, തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടുന്ന കാര്യാദികളെ ക്രമീകരിക്കണമെന്ന് അടിയനങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കഷ്ടനഷ്ടങ്ങളിൽ നിന്നൊക്കെ ഒന്ന് വീണ്ടെടുക്കണമേ കർത്താവേ. അത്ഭുതങ്ങളെ ചെയ്ത് മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവോട് അത്ഭുതവാനാ, വീരനാ ദൈവമാ, നിത്യപിതാവാ, സമാധാനത്തിൻ്റെ ദൈവമാ, ഈ ദിവസങ്ങളിൽ അത്ഭുതത്തിൻ്റെ കരം നീട്ടി സമാധാനമായി ഇറങ്ങിയേ മതിയാകുമെന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട വഴിവാതിൽ തുറന്നു കൊടുത്ത് മാനിച്ചാട്ട് ദൈവമായ കർത്താവേ, ഈ സമയം ഹല്ലേലൂയ, നേരുന്ന വേദനകളുടെ നടുവിൽ കൂടി കടന്നു പോകുന്ന ജീവിതങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നോർത്ത് നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്നു. എല്ലാ ഭാരവും സ്വർഗം ഏറ്റൊരുക്കിയാൽ നന്ദിയോടെ സ്തോത്രം കർത്താവേ. ദൈവമേ, ഞങ്ങളുടെ ഉപജീവന മാർഗത്തെ വാഴ്ത്തി അനുഗ്രഹിക്കണമേ.
ചെറുതും വലുതുമായ എല്ലാ ഉപജീവനമാർഗ്ഗത്തിനു മേലും കർത്താപ്പച്ചൻ്റെ പൊന്നുകരം വയ്ക്കണം. വലിയൊരു ശേഷിപ്പ് ഓരോ മക്കൾക്കും നൽകുമാറാകണം. ബിസിനസ് ചെയ്യുന്ന മക്കളെ അനുഗ്രഹിക്കുമാറാകണം. കഷ്ടനഷ്ടം കൂടാതെ ഓരോ നിമിഷവും ഓരോ മക്കളെ നടത്തുമാറാകണം. വാഹനമോടിക്കുന്ന മക്കളെ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവ് ഓരോ വാഹനത്തിലും അപ്പച്ചൻ്റെ കരം ചേർത്ത് പിടിച്ചോണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ആപത്തനർത്ഥത്തിൽ നിന്ന് എല്ലാവരെയും വിടുവിച്ചാട്ട് ദൈവമേ. സമാധാനത്തോടെ എല്ലാവരെയും കാത്തോണേ കർത്താവേ. ഞങ്ങളുടെ ദൂരസ്ഥരെയും സമീപസ്ഥരെയും ഒന്നുപോലെ അനുഗ്രഹിച്ച് കാത്തുകൊള്ളണമെന്നും പ്രാർത്ഥിക്കുകയാണ്. ദൈവമായ കർത്താവെ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു കർത്താവെ. ഈ സമയം ഹല്ലേലൂയ. ഞങ്ങളുടെ വാർദ്ധക്യത്തിലായിരിക്കുന്ന മാതാപിതാക്കളെ കാത്തോണേ. അനാഥരെയും വിധവകളെയും സംരക്ഷിക്കണം. ഞങ്ങളുടെ പൈതങ്ങളെ വളർത്തി തന്നെ വലവിടിയിൽ നിന്ന് വിടുവിച്ചോണേ കർത്താവെ. ഞങ്ങളുടെ യുവാക്കന്മാരെ കാത്തോണേ. യഥാർത്ഥത്തിൽ നിന്നും അകപ്പെട്ടു പോകാൻ അനുവദിക്കല്ലേ. വിദ്യാശ്രേഷ്ഠരായി സമ്പന്നരായി മാറും ഇടയാക്കണമേ. വിദേശ രാജ്യത്ത് കടന്നു പോകാൻ ആഗ്രഹിച്ച എല്ലാ കുഞ്ഞുങ്ങളെയും കർത്താവ് കാത്തോണേ കർത്താവെ. പ്രത്യേകിച്ച് വിവിധ പരീക്ഷകളിലായിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. മറ്റ് വിവിധ കോഴ്സുകളിൽ OITയും IELTSും ജർമ്മനും പ്രമറ്റ് പരീക്ഷയും ഹാർഡിൻ്റെ പരീക്ഷയ്ക്കും തയ്യാറെടുക്കുന്ന കുഞ്ഞുങ്ങൾ, എൻ്റെ സ്വർഗത്തിലെ അപ്പൻ്റെ ജ്ഞാനത്താൽ ബുദ്ധിയാൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ നിറയ്ക്കണമേ. നന്നായി പഠിച്ച് പരീക്ഷ എഴുതി നല്ല മാർക്കോടെ പാസ്സാകണം. അതിനായി ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഒരുക്കിക്കാട്ട് അവരനുഗ്രഹിക്കപ്പെട്ട സ്ഥാനങ്ങളിൽ എത്തിച്ചേരുവാനും ജോലി കാര്യങ്ങളെ ചെയ്യുവാനും നന്മകളെ പ്രാപിപ്പാനും ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാം പൊന്നപ്പച്ചൻ്റെ പൊന്നുപാദപിടുത്തിൽ ഏൽപ്പിച്ച് തരുന്നു. മാതാപിതാക്കളില്ലാത്ത കുഞ്ഞുങ്ങളുണ്ടപ്പാ. ദൂരത്തും ചാരത്തുമായി ഞങ്ങളുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെയൊക്കെ കർത്താവ് കാത്തോണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവ്, ഈ സമയം ഞങ്ങളുടെ രോഗികളായി ഭാരപ്പെടുന്ന എല്ലാ പ്രിയ മക്കളെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ആശുപത്രി മുറികളിലും ഭവനങ്ങളിലും കിടക്കകളായിരിക്കുന്നവരോട് മനസ്സലിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഓപ്പറേഷൻ കഴിഞ്ഞ് വിശ്രമിക്കുന്ന മക്കളുണ്ടപ്പാ. നീ അവർക്ക് സമാധാനവും സൗഖ്യമുള്ളവരായി എഴുന്നേൽപ്പാൻ ഇടയാക്കുമാറാകണമേ. ക്യാൻസർ രോഗികളെ, കിഡ്നി രോഗികളെ, ഹാർട്ട് ലിവറിനും കുഴപ്പമുള്ളവരെ ഏൽപ്പിക്കുന്നു. ഹല്ലേലൂയ കർത്താവേ, സ്തോത്ര. കാഴ്ചയില്ലാത്തൊരു, കേൾവിയില്ലാത്തൊരു, ഓർമ്മയില്ലാത്തൊരു, ബുദ്ധിയില്ലാത്തൊരു, മാനസികമായ വിഭ്രാന്തിയിൽ കൂടി കടന്നു പോകുന്നവർ, ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഉള്ളവർ, യൂറിക് ആസിഡും ക്രിയാറ്റിനും ഉള്ളവർ കർത്താവേ, ഹല്ലേലൂയ കർത്താവേ, നീ എല്ലാവരെയും കാണുന്ന ദൈവമാ. അപ്പോൾ ഈ സമയം ആസ്മ രോഗികൾ, അലർജി ഉള്ളവർ, ത്വക്ക് സംബന്ധമായ രോഗമുള്ളവർ, ആമൻ ഹല്ലേലൂയ കർത്താവേ, തൈറോയ്ഡ് ഉള്ളവരെയൊക്കെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ശരീരവാസകല അതിവേദനയും നീർക്കെട്ടുമുള്ളവരെ ഏൽപ്പിക്കുന്നു. ഉറക്കമില്ലാത്ത ജീവിതങ്ങളെ സമർപ്പിക്കുന്നു കർത്താവേ. സ്തോത്രം, സ്തോത്രം കർത്താവേ, സ്തോത്രം. അപ്പൻ്റെ ബലമുള്ള കരം, ഹല്ലേലൂയ, സൗഖ്യപ്പെടുത്തുന്ന കരമാ. ആമേൻ. അത് ആശ്വാസത്തിൻ്റെ കരമാ, സമൃദ്ധിയുടെ കരമാ, അനുഗ്രഹിക്കപ്പെട്ട കരമാ. ഓരോ മക്കളെയും തൊട്ട് സുഖപ്പെടുത്തണമെന്ന് അടിയൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ മുൻപിൽ കടന്നു വന്നിട്ടുള്ള ഒരു മക്കളും ലജ്ജിച്ചു പോയിട്ടില്ലല്ലോ കർത്താവേ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം കർത്താവേ. കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കാൻ കഴിയാതെ ഹാലിൽ കൈകാൾക്ക് ചലനമില്ലാതെ ഭാരപ്പെടുന്നവരുണ്ട്. ബ്ലീഡിങ്ങിനാൽ ഭാരമുള്ളവർ, ഫിക്സ് രോഗത്താൽ ഭാരമുള്ളവർ, ഉദരസംബന്ധമായ പല രോഗങ്ങളുള്ളവർ, ഉദരത്തിൽ വലിയ മുഴയുള്ളവർ ജീവിതങ്ങൾ കർത്താവേ ഉണ്ടപ്പാ. എല്ലാവരെയും തിരുമുൻപാകെ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ കർത്താവേ. ഒരു ശ്വാസം ലഭിക്കാതെ ഭാരപ്പെടുന്നവരുണ്ടപ്പാ. തിരുസന്നിധിയിൽ സമർപ്പിക്കുന്ന നാഥാ, നീ മരുന്നും വൈദ്യനുമാ. ഗിരിയാദിലെ സുഗന്ധ കുഴമ്പ് മതി. അത് തൻ്റെ കുഞ്ഞുങ്ങളുടെ ഉച്ച മുതൽ പാദം വരെ തലോടണമേ. കാൽവറി കുരിശിൽ ഞങ്ങൾക്ക് വേണ്ടി ഒഴുക്കി ഒരു തുള്ളി രക്തം കുത്തിവെക്കണമേ. സകല രോഗാണുക്കളെയും നിർജീവമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ സൗഖ്യവും സമാധാനം നൽകി ഓരോരുത്തരെയും കാത്തുകൊള്ളണം. ഇന്ന് പകൽക്കാലം പാപം കൂടാതെ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളുടെ പോക്കിലും വരവിലും വാഹനത്തിലും വഴിയിലും കൂടെ ഇരിക്കണം. ആപത്തനത്തിൽ നിന്ന് ഞങ്ങളെ വിടുവിച്ച് സഹായിക്കുമാറാകണം. സന്തോഷത്താൽ വഴി നടത്തണമേ. പ്രാർത്ഥിച്ചേൽപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ.